ഇന്ന് രാവിലെ തന്നെ റോഹി റെഡിയായി ബാഗൊക്കെ ഇട്ട് കോളേജിൽ പോകുന്ന പോലെ പോകുന്നതാണ്. അപ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് രോഹിയേട്ടൻ പോകുന്നത്? ഞാൻ അമ്മയെ കാണാൻ. അവിടെ ആരെ കാണിക്കാനാണ് പോകുന്നത് ഇങ്ങനെ എപ്പോഴും അവിടെ സ്പെൻഡ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, അവൻ്റെ പോക്ക് അത്ര ശരിയല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ബബിത ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ നിനക്ക് മനസ്സിലായി? ഒരാളുടെ മുഖം കണ്ട് നിനക്ക് അങ്ങനെയൊക്കെ തോന്നുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അല്ല, അവൻ്റെ മുഖം കാണുമ്പോൾ ഒരുപാട് ടെൻഷനുള്ള പോലെ തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ബാലചന്ദ്രനോട്. പിന്നെ എന്നിട്ടും ബാലചന്ദ്രൻ ചോദിക്കണം, അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? അല്ല, എനിക്ക് തോന്നുന്നില്ല ആശുപത്രിയിലേക്കാണ് രോഹിത് പോകുന്നതെന്ന്. എനിക്ക് പോകുന്ന പോക്ക് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട്, അപ്പോൾ ഞാൻ അവിടെ അന്വേഷിച്ചോളാം, അവിടെ പോയിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ അന്വേഷിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഹരിയും മറ്റേ ശരണ്യയെ വിളിക്കുന്നതാണ്. അവക്കാട്ടിലെ ട്രാപ്പ് അവരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ വിളിക്കുന്നത്, നീ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ പോക്കറ്റ് റോഡിലുണ്ട്, നീ വേഗം വാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം കാറ് കയറിയിരുന്ന്, നീ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഹരി. അപ്പം ശരണ്യ പറയുന്നുണ്ട്, എന്നോട് ഒരുങ്ങാൻ പറഞ്ഞിട്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പറഞ്ഞിട്ട് നമുക്ക് ഡ്രസ്സ് എടുക്കണ്ടേ? ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിൽ പോയി അവർ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. എൻ്റെ കീശയൊക്കെ കീറി എന്നൊക്കെ പറയുന്നുണ്ട്. അത് പറയുമ്പോൾ പിശുക്കൻ ഒന്ന് വാ എന്നൊക്കെ പറഞ്ഞ് ഒരാളും പിന്നെയും കാറിൽ യാത്ര ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു സ്പോട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഓരോന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ വൈൻ വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്. വൈനൊക്കെ കുറച്ച് ആൽക്കഹോളെല്ലൊക്കെ ചോദിക്കുന്നുണ്ട്. അതിലത്ര അതൊക്കെ വിദേശത്ത്, ഇവിടെയൊന്നും അങ്ങനത്തെ ഒന്നുമില്ല, സാധാരണ ഇങ്ങനെ കുടിക്കാം, കേക്കിൻ്റെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ച് വാങ്ങുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്താ ബിയറൊക്കെ കുടിക്കും, ബിയറെന്താ ആൽക്കഹോൾ ഇല്ലേ എന്നൊക്കെ ചോദിക്കും. അതല്ല, നമ്മളിങ്ങനെ ദാഹജലം പോലെ കുടിക്കുന്നതല്ലേ എന്നൊക്കെ ശരണ്യോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ അവരോരോ സംസാരം, നിന്നെ എന്താ നല്ലൊരു സുഗന്ധം ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, ഞാൻ ചെമ്പകപ്പൂവിൻ്റെ റോളോൺ ഒക്കെ തേച്ചിട്ടാണ് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതാന്നൊരു ചെമ്പകപ്പൂവിൻ്റെ മണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് രോഹിത്ത് അതിലൂടെ ആ വീട് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരാളോട് വഴി ചോദിക്കുന്നതാണ്. ഇവർ ട്രാപ്പ് ചെയ്യാൻ വെച്ചൊരു വീടുണ്ടല്ലോ, ആ വീട് കുറച്ച് ഉള്ളിലോട്ടായതുകൊണ്ട് വഴി ചോദിക്കാൻ വേണ്ടി ഒരാളോട് ചോദിക്കുകയാണ്. ഇവിടെ മറ്റേ ഗൂഗിൾ മാപ്പൊന്നും പറയുന്നത് കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇപ്പം അത് ചോദിച്ചാലൊന്നും കിട്ടൂലേ, ഇതുപോലത്തെ ആളുണ്ടല്ലോ, അത് അവരോടൊക്കെ ചോദിക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീന ചോദിക്കുന്നുണ്ട്, അമ്മയുടെ റൂമൊക്കെ ഒന്ന് ശരിയാക്കി വെക്കാമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതൊന്നും ആയിട്ടില്ല, ഞാൻ അവിടെ പോയിട്ട് വരട്ടെ, എന്നിട്ട് നീ ശരിയാക്കിയാൽ മതി, ഞാൻ നിന്നെ വിളിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ അല്ലാതെ പിന്നെ എവിടെ വരാനാ? ഇവിടെ അല്ലാതെ അവൾക്ക് എവിടെയൊക്കെ പോവാം? കൊല്ലപ്പള്ളി പോകാം, ഇല്ലെങ്കിൽ അവൾക്ക് വാടക വീടെടുത്ത് താമസിക്കാം, അതൊക്കെ ചെയ്യാമല്ലോ, അതിനുള്ള വിൽ പവറൊക്കെ അവൾക്കുണ്ട്. അങ്ങനെ ഇപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് ചെയ്യുന്നത് പോലെ ആര് ചെയ്ത് കൊടുക്കാനാ അച്ഛാ? അതും ഈ ഒരു ടൈമിൽ നടക്കാനൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവൾ ചെയ്തോളും, എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്തായാലും അച്ഛൻ വിളിക്കുന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഹരിയും ശരണ്യനും തന്നെയാണ് കാണിക്കുന്നത്. അവരേകദേശം എത്താനായ ആ ഒരു റൂട്ടിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓരോ ചോദിക്കുന്നുണ്ട്, എന്താ ഹരിയേട്ട ഇപ്പോൾ വാങ്ങിയത്? അത് ഞാൻ പറഞ്ഞില്ലേ, അവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റും കേക്കും ഒക്കെ വാങ്ങാൻ പോയതാണ്. അവിടെ കുട്ടികളൊക്കെ ഉണ്ടോ? പിന്നെ അവളുടെ ഏട്ടൻ്റെ കുട്ടിയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അവരുടെ കല്യാണത്തിനൊക്കെ പോയതാണെന്ന് ഇങ്ങനെ ഒരു കള്ളക്കഥ ഉണ്ടാക്കിയിട്ട് ഹരി പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ ഹോസ്പിറ്റലിലെത്തി. ഗോവർദ്ധൻ്റെ ഭാര്യയുടെ ബാലേട്ടൻ വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായി? പിന്നെ ഇന്ന് ഡിസ്ചാർജ് ആകുമെന്നാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വൈജയെ ബാലചന്ദ്രൻ കാണാൻ പോവാണ്. നിൻ്റെ എന്താ അടുത്ത പരിപാടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നത്, എന്തായാലും ഞാൻ അവിടെ എന്താ പറയുക, കടപ്പാട്ടൂരേക്ക് ഇല്ലയെന്ന് പറയുന്നുണ്ട്. നീ ഡിസ്ചാർജ് ആണെങ്കിൽ ഞാൻ അവിടേക്ക് വിളിച്ചുകൊണ്ട് പോകാമെന്നാണ് വിചാരിച്ചത്. എൻ്റെ സ്നേഹം കൊണ്ടൊന്നല്ല, എൻ്റെ കടമ അതാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അങ്ങോട്ടേക്കില്ല, കാരണം അവിടെ അലീനയുണ്ട്. അലീനയെ ഞാൻ വരുന്നതിൻ്റെ തലേന്ന് ചവിട്ടി പുറത്താക്കി അവിടെ ചാണകവെള്ളം തളിച്ചാൽ മാത്രമേ ഞാൻ അങ്ങോട്ടേക്ക് വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും എനിക്കും അലീനയ്ക്കും ഒന്നും വരാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അലീനയല്ലേ വേണ്ടൂ, ഞാനെന്താണ്, എൻ്റെ മക്കളെന്നൊന്നും അറിയണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ നിന്നോട് എന്താ പറയുക, വാക്ക് തർക്കത്തിന് വന്നതൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്.
അത് കഴിഞ്ഞ് നിൻ്റെ അടുത്ത പരിപാടി എന്നാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയാൽ എനിക്ക് വീടൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ ഞാനെപ്പോഴാണോ പറയുന്നത് അപ്പം മാത്രമേ ഞാൻ ഇവിടെ ഡിസ്ചാർജ് ആവുള്ളൂ, ഡോക്ടറല്ലല്ലോ തീരുമാനിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എനിക്ക് ഇവിടുന്ന് നടക്കാനാകുമ്പോഴത്തേക്ക് മാത്രമേ ഞാൻ ഇവിടെ വിട്ട് പോവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഓ അങ്ങനെയാണോ, എന്നാൽ അതൊക്കെ നിൻ്റെ ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അവിടെ നിന്ന് ബാലേന്ദ്രൻ എഴുന്നേറ്റ് പോകുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് റോഹി ആ വീട് കണ്ടുപിടിച്ച് അവിടെ എത്തി. അപ്പോൾ അവിടെ ഹരിയുടെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അവർ രോഹിത്തിനെ കൈപിടിച്ച് കയറ്റുന്നതാണ് വീട്ടിലേക്ക്. ബൈക്കൊക്കെ മറവിൽ വെച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഗോവർദ്ധൻ്റെ ഭാര്യയോട് സംസാരിക്കുന്നതാണ്. പിന്നെ അലീന എല്ലായിടത്തോളം കാലം അവിടേക്ക് വരുമെന്ന് തോന്നുന്നില്ല ബാലേട്ടാ. അവളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ആക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും ഒരു തീരുമാനമാക്കിക്കൂടെ, എന്ത് തീരുമാനമാക്കാൻ, ഇങ്ങനെയൊക്കെ പോകത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ചേച്ചി കടപ്പാട്ടൂരില്ലെന്നാണ് പറയുന്നത്, അവിടെ അലീന ഉണ്ടല്ലോ അതുകൊണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഡോക്ടർ വരുന്നതാണ് കാണിക്കുന്നത്.